ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സ്കിൻ കെയർ, മേക്കപ്പ്, അതുപോലെ തന്നെ ഹെയർ കെയർ സീരീസിലെ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മേക്കപ്പും അതുപോലെ തന്നെ അങ്ങനെയുള്ള വീഡിയോസ്, റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഇതിൽ വന്ന് മാത്രം പൊങ്കാലിടണ്ട, നിങ്ങൾക്ക് തന്നെ പണിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ. നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞത് അങ്ങനെ ഇത് മാത്രം തെരഞ്ഞു പിടിച്ച് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് എൻ്റെ എക്സ്ഫോളിയേഷൻ ഡേ ആട്ടോ. അതായത് നമുക്ക് ഫുൾ ബോഡി, ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡിയും കൂടി എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ്, അതുപോലെ തന്നെ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് വരും. എന്തെങ്കിലും ടാൻ ഉണ്ടെങ്കിൽ അതും മാറും. അപ്പോൾ അങ്ങനെ ഞാൻ ബോഡിക്ക് ഒരു ദിവസം ചെയ്യും. അപ്പോൾ നമ്മളൊരു ഗ്ലൗസിൽ, എക്സ്ഫോളിയേഷൻ ഗ്ലൗസ്, അത് നമ്മളിങ്ങനെ ബാത്റൂമിൽ നല്ല നീറ്റാക്കി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരും എക്സ്ഫോളിയേഷൻ ഗ്ലൗസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാത്ത് പൗഡർ ജസ്റ്റ് വെള്ളത്തിൽ ചാലിച്ച് മേലൊക്കെ തേച്ചിട്ട് എക്സ്ഫോളിയേഷൻ ഗ്ലൗസ് ഇട്ടിട്ട് ഒന്നിങ്ങനെ എല്ലാവിടെയും ഒന്ന് തേച്ച് കഴുകുക. അപ്പോൾ ആ പണി അങ്ങനെ കഴിഞ്ഞു. ഫേസിന് നമ്മുടെ നിലാസെർബ്സിൻ്റെ നേരില്ലിങ്, അതായത് നമ്മളിപ്പോൾ എക്സ്ഫോളിയേഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടൈപ്പ് എക്സ്ഫോളിയേഷൻ ഉണ്ട്. അതായത് കെമിക്കൽ എക്സ്ഫോളിയേഷനും ഫിസിക്കൽ എക്സ്ഫോളിയേഷനും. കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ AHA, BHA, ലാക്റ്റിക് അങ്ങനെ പോവും. നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ AHA, BHA ലിക്വിഡൊക്കെ. പക്ഷേ എനിക്കതൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴൊന്നല്ല, ഒരു 2-3 കൊല്ലം ഈ ഓർഡിനറിയുടെ AHA ഒക്കെ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എനിക്കത് ഫസ്റ്റ് യൂസിൽ തന്നെ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉപേക്ഷിക്കും. പിമ്പിൾസും തരിത്തിരിയായിട്ട് കുരുക്കളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യാനും പോയിട്ടില്ല. കാരണം അത് പണി കിട്ടി, നിറച്ച് തരി നമുക്കിങ്ങനെ അലർജിക് ആയിട്ടുള്ള കുരുക്കൾ വന്നപ്പോൾ ചില സ്കിന്നിന് അത് പറ്റില്ല. അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പം ഞാൻ ചെയ്യണത് ഹെർബലായിട്ടുള്ള നമ്മുടെ നിലാസെർബ്സിൻ്റെ നമ്മുടെ എക്സ്ഫോളിയേഷൻ സ്ക്രബാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നേരെ ഇല്ലെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാം. അപ്പം നമുക്കിപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനൊക്കെ മടി തോന്നും. കാരണം നമ്മൾ കുറേ കാര്യങ്ങളും പണികളും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ രാത്രി ഒന്ന് എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യാൻ വരിക. അപ്പോൾ നേരെ പോയിട്ട് നിലാസെർബ്സിൻ്റെ എക്സ്ഫോളിയേഷൻ സ്ക്രബ് കുറച്ചെടുത്ത് ഫേസൊക്കെ ഒന്ന് കഴുകി അതൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ജസ്റ്റ് 2 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളഞ്ഞ് സ്കിൻ കെയർ ചെയ്യും. പക്ഷെ നേരെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും വീട്ടിലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ പാക്ക്. ഹോം മെയ്ഡ് ഫേസ് പാക്കുകൾ അത്ര മോശമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഫിലിം സ്റ്റാർസൊക്കെ എത്ര പേരാ, കരീന കപൂർ, മൃണാൾ, അതുപോലെ തന്നെ നമ്മുടെ ആലിയ ഭട്ട്, അങ്ങനെ എല്ലാം എത്ര ആൾക്കാരുടെ ഫേസ് പാക്കാണ്, നമ്മുടെ കരിഷ്മ, അങ്ങനെ കുറേ പേരുടെ ഫേസ് പാക്ക് ഭയങ്കര വൈറലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഹോം മെയ്ഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതത്ര മോശമൊന്നുമല്ല. അത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഹോം മെയ്ഡായിട്ടുള്ള, പക്ഷെ എപ്പോഴും നമ്മൾ ഏത് എക്സ്ഫോളിയേഷൻ ആണെങ്കിലും പണിയിട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മുടെ സ്കിന്നിന് പറ്റോ ഇല്ലേ എന്നുള്ളത് നോക്കണം. അപ്പം ഞാൻ ഇന്നപ്പോൾ എന്തായാലും എനിക്കിന്ന് നേരമുണ്ട്, കാരണം ഇന്ന് നല്ല മഴയുണ്ട്. പക്ഷെ ഇപ്പോൾ വെയിലുദിച്ചിട്ടുണ്ട്, പക്ഷെ കാലത്തൊട്ട് മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. നമ്മുടെ ഓണത്തിൻ്റെ 1-2 വീഡിയോ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഡ്രസ്സും കാര്യങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നെന്നാൽ കുറച്ച് സമയമുണ്ട്, അപ്പോൾ ഉണ്ണീനെ അവിടെ ചേട്ടൻ്റെ അടുത്താക്കിയിട്ട് എക്സ്ഫോളിയേഷൻ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് വിശുദ്ധമായ ഒരു എന്താ പറയുക, ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്, പറഞ്ഞു വന്നത് എൻ്റെ എക്സ്ഫോളിയേഷൻ, ഫേസിലൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, നമ്മളിപ്പോൾ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ, ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് ഈ എക്സ്ഫോളിയേഷൻ സ്ക്രബ് ഇട്ടാൽ തന്നെ നമുക്കൊരു ഫ്രഷ് ഗ്ലോ, അതുപോലെ തന്നെ ഒരു ടാൻ റിമൂവൽ, ഒരു ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ മിക്സ് ആണ് കാണിക്കണത്. ഇത് അത്യാവശ്യം എല്ലാവർക്കും സ്യൂട്ടാണെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങൾ പുതിയതായിട്ടാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തൈരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഈ തൈര് ഇടുമ്പോൾ തിണർത്ത് ഇങ്ങനെ പൊന്തും. അതൊക്കെ എടുത്ത് പറയണത് നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ എൻ്റെ നേരം പോക്കാണ്, ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. പക്ഷെ ഞാൻ വീണ്ടും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇതിങ്ങനെ പറയണത്. നിങ്ങൾ പുതിയതായിട്ടാണ്, ഞാൻ തേൻ ഉപയോഗിച്ചിട്ടുണ്ട്, കേട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് സ്യൂട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ എക്സ്ഫോളിയേഷൻ ചെയ്യാം. ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും എക്സ്ഫോളിയേഷൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഞാനേ എന്റെ എക്സ്ഫോളിയേഷൻ സ്ക്രബ് പ്രിപ്പയർ ചെയ്യാനായിട്ട് റോൾഡ് ഓട്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. അപ്പൊ അത് വലുതാണ്, ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള ഓട്സ് ഇല്ല, അതാണ് ഇങ്ങനെ പൊടിയല്ല കേട്ടോ. അപ്പൊ നമ്മൾ അതൊന്ന് പൊടിക്കണം. കാരണം പിന്നെ ചെറിയ തരിയോട് കൂട്ടാണ് പൊടിക്കണത്. കാരണം വലിയ ഓട്സ് നമ്മൾ എത്ര കുതിർത്തിയാലും അത് ഇങ്ങനെ കുറച്ച് ഹാർഡായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ അപ്പൊ ഇങ്ങനെ പൊടി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകൾ നിങ്ങൾക്ക് സ്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആവണോ അത് എടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ തേനാണ് എടുത്തിരിക്കണേ. ഇതിന് പകരം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസുകൾ എന്താ വെച്ചാൽ എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വെറും ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ ഇത് നല്ലൊരു എക്സ്ഫോളിയേഷൻ സ്ക്രബാണ്. അത് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട്.
പിന്നെ ഇതിൽ ഞാൻ തൈരാണ്, നല്ല കട്ട തൈരിൽ അതാണ് ആഡ് ചെയ്യണത്. വെള്ളം പോലത്തെ തൈര് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇത് വല്ലാണ്ട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു എക്സ്ഫോളിയേഷന്റെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊരു കട്ട രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്ന് വീഴാൻ പാടില്ല നമ്മളിങ്ങനെ കുടയുമ്പോൾ. അങ്ങനെ വേണം കേട്ടോ അതിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ അതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആണ്, അപ്ലൈ ചെയ്യാം, കുറച്ചു നേരം ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ഫോളിയേഷൻ സ്ക്രബ്. ഇത് ഓട്സ് ഞാനിവിടെ യൂസ് ചെയ്യണത് കുറേ കാലങ്ങളായിട്ട്. ഓട്സ് യൂസ് ചെയ്ത് തുടങ്ങി, ഓട്സിൻ്റെ ആ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് റോൾഡ് ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ മുഴുവനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര കട്ടിക്കുള്ള റോൾഡ് ഓട്സ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ലൂസായിട്ട് മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഇന്നൊരു പാക്കായിട്ട് അല്ലെങ്കിൽ ഇന്നൊരു ബ്രാൻഡ് അങ്ങനെ മേടിക്കുന്നതല്ല. അപ്പോൾ അതെന്തായാലും പൊടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അതാണ് എടുക്കുക. മിക്കത് എക്സ്ഫോളിയേഷൻ അത് എടുക്കും. പിന്നെ കോഫിയൊക്കെ എനിക്ക് നല്ല സ്യൂട്ടാണ്, അപ്പോൾ അതൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് സ്യൂട്ടാവണമെന്നില്ല. ചിലർക്ക് കോഫി ഇടുമ്പോൾ ഭയങ്കര ഇരുണ്ടേ പോകാറുണ്ട്. കോഫി, കുക്കുംബർ ജ്യൂസ് അതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഞാൻ എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഓട്സ് എന്ന് പറയുന്നത്, ഓട്സ് ഞാൻ പൊടിച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ, പൊടിച്ചിട്ട് എടുത്തിട്ട് ഇതിൽ വെറുതെ കുറച്ച് ചൂടുവെള്ളം, ഇതൊന്ന് ഇങ്ങനെ വെള്ളം പോലെ ആവരുത്. ഇപ്പം ഇത് കണ്ട അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ നിൽക്കും, വീഴില്ല, കണ്ട ഇങ്ങനെ നിൽക്കണം. അപ്പോൾ കുറേ വെള്ളം ആവാണ്ട്, ജസ്റ്റ് മിനിറ്റ്, എൻ്റെ ഫോൺ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഒന്ന് ആവണം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകരുത്, ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. നിങ്ങളുടെ സ്കിന്നിൽ വേറെ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഈ ഓട്സ് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഇതുപോലെ ആവും. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ വരുന്ന നേരം ഇങ്ങനെ ഇരുന്ന് സെറ്റായി. അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് നനയ്ക്കണം, അല്ലെങ്കിൽ ഇതിൽ ചെറിയതായിട്ട് ഫുള്ള് നൈസ് പൗഡർ അല്ല, ചെറിയ തരിയുണ്ട്, ചെറിയൊരു എക്സ്ഫോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും അതിങ്ങനെ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഫേസ് ഒന്ന് നനച്ച് കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം നനച്ചിട്ട് വരാം. അപ്പോൾ ദേ നമ്മൾ നനച്ചിട്ടുണ്ട് മുഖം. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ എടുത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു തരി ഉണ്ട് കേട്ടോ, ഇങ്ങനെ നമ്മൾ ഫേസിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഫേസിലെ എന്താ പറയുക ടാൻ മാറും. അതുപോലെ തന്നെ നമുക്കൊരു ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും. ഇതിപ്പോൾ ഞാൻ കാലത്തെ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ അങ്ങോട്ട് ചെയ്യും. എക്സ്ഫോളിയേഷൻ കഴിഞ്ഞാൽ, പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യണം. പിന്നെ മുറിവുകളുള്ള സ്കിന്നിൽ ഒരിക്കലും ഏത് എക്സ്ഫോളിയേഷൻ ആണെങ്കിലും, കെമിക്കൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. പിന്നെ കെമിക്കൽ എക്സ്ഫോളിയേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കാണിക്കുന്നത് കണ്ടിട്ട് ഓടിപ്പോയിട്ട് അത് ചെയ്യരുത്. കാരണം നല്ല പണി കിട്ടും. നിങ്ങൾക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള അത്രയും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഇത് മാത്രം സെലക്ട് ചെയ്ത് ചെയ്യുക. പിന്നെ നെക്കിലും കൂടി ചെയ്യാം കേട്ടോ. കാരണം പിന്നെ മുറിവുകൾ, പിമ്പിൾസ്, പൊളിഞ്ഞ പിമ്പിൾസൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നും കൂടി മോശമാവും അതിൻ്റെ സിറ്റുവേഷൻ. അതൊക്കെയാണ് പറയണത്. മുഖം മൊത്തത്തിൽ മോശമാവാനായിട്ട് ഞാൻ കാരണം ഒരു ഇതാവരുത്, എനിക്കത് പ്രത്യേക നിർബന്ധമാണ്. അപ്പോൾ അതെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. ഇതിലിപ്പോൾ ഇത്തിരിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് കുളിക്കാൻ നേരത്തെ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് മേലൊക്കെ തേച്ച് നമ്മുടെ എക്സ്ഫോളിയേഷൻ ഗ്ലൗസ് ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലതാട്ടോ. അത് പിന്നെ കാലും ഇങ്ങനെ ഒരു ഉരയ്ക്കണ ഒരു എന്താ പറയുക, നമ്മുടെ ഗ്രേറ്ററും അതൊരു സാധനമുണ്ട്. അത് ഞാൻ ഒരു ദിവസം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബോഡിയിലേക്ക് നമുക്ക് ടൂൾസ് കുറച്ച് നല്ലതുള്ളത് അതൊക്കെ നമ്മൾ ബാത്റൂമിൽ സൂക്ഷിക്കുന്നത് നല്ലതായി. കാലിനിടയിൽ ഉപ്പിറ്റൊക്കെ വരവിള്ളില്ലേ, ആ സാധനത്തിനൊക്കെ അത് ഭയങ്കര നല്ലതാണ്. എനിക്ക് അങ്ങനെ ചെറുതായിട്ട് വന്നോളൂ. നമ്മൾ ഏജ് ആകുമ്പോൾ വരുന്ന, പിന്നെ എൻ്റെ കാല് ഡ്രൈ ആണ്. മുഖം ഈ എണ്ണക്കുട്ടിയും തല എണ്ണക്കുട്ടിയായിട്ടിരിക്കും. പക്ഷെ കാലും എന്താ പറയുക, കൈ വലിയ കുഴപ്പമില്ല, കാലിൻ്റെ ആ ഉപ്പിറ്റി ഭാഗമൊക്കെ അങ്ങനെ ഉപ്പ് പൊട്ടുന്ന പോലെ നിൽക്കും, അത്രയും ഡ്രൈ ആയിട്ടാണ് നിൽക്കണേ. പക്ഷെ ഇതുവരെ ഒരു വരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് വരുമ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ ഭയങ്കര നല്ലതായിരുന്നു. അപ്പം ഇനി നമുക്ക് പതുക്കനൊന്ന് വളരെ ജെന്റിലായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് മതി. എന്നിട്ട് പിന്നെ ഒരു 2 മിനിറ്റ് ഫേസിൽ വെക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് കഴുകിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിത് ഈ ഒരു ഏരിയ സെൻസിറ്റീവാണ്. കാരണം അവിടെ പിമ്പിൾ വന്നിട്ടേ കുറച്ചധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് അത്. പെട്ടെന്ന് അവിടെ റെഡ്നെസ് ആവും. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ അധികം ഒന്നും ചെയ്യണില്ല, കാരണം ഞാൻ ഇടയ്ക്ക് ഫേസ് പാക്ക് ഇടുകയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്കിൻ കെയറും ചെയ്യണം. പിന്നെ അധികം അങ്ങനെ വെയിലുള്ളതുകൊണ്ട് തന്നെ വലിയ ടാനൊന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ പാക്ക് ഞാനൊരു 5 മിനിറ്റ് ഫേസിൽ വെച്ചു. നമ്മളിത് റിമൂവ് ചെയ്യാം കേട്ടോ. റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം അതിലൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത്.
ഞാൻ നന്നായിട്ടൊന്ന് കഴുകി, പക്ഷേ ടീഷർട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടി പിടിച്ചു. പക്ഷെ ഒന്നും കൂടിയും കഴുത്ത് ഇങ്ങനെ വിസ്തരിച്ചിട്ടുള്ള ടീഷർട്ട് ഇടണമായിരുന്നു. ഞാൻ ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഓണം സീരീസിൽ ഇതെന്താ കാണിച്ചതെന്നുള്ളതാണ്. ഇത് കാണിക്കാൻ കാരണം മിക്കരും ഭയങ്കര തിരക്കുള്ളവരും ഇതൊന്നും ചെയ്യാത്തവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്കൊരു സ്കിന്നൊന്നും ഒരു പോളിച്ച വേണം, സ്കിന്നൊന്ന് എന്താ പറയുക ഗ്ലോ ആവണം, ഒരു ഫ്രഷ് ലുക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ഫോളിയേഷൻ സ്ക്രബിന് നിങ്ങൾക്കത് തരാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഓണം ഒന്ന് ഒരുങ്ങണം, അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്ന് അല്ലെങ്കിൽ ഓണത്തിന് അന്ന് ഒക്കെ ചെയ്യാൻ പറ്റണ ഒരു കാര്യം. ജസ്റ്റ് കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് ലുക്ക്, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നല്ലൊരു സ്കിന്നൊന്ന് പോളിച്ചുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. ഒരു ഐബ്രോ ചെയ്യുക, ഒരു ചെറിയൊരു ലിപ് ടിൻറ്റ് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഫേസ് സെറ്റാവും. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ കാണിച്ചത്. പിന്നെ എനിക്ക് എന്തായാലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരിക്കൽ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നേരെ ഇല്ലെങ്കിൽ നിലാസർപ്സിൻ്റെ എക്സ്ഫോളിയേഷൻ സ്ക്രബ് എടുത്ത് ചെയ്യും. അതെനിക്ക് നല്ലതാണ്, സ്യൂട്ടാണ്, അതുപോലെ നല്ല ഗ്ലോ ആണ്. അതിലങ്ങനെ വലിയ ഹാർഷായിട്ടുള്ള എക്സ്ഫോളിയേഷൻ കാര്യങ്ങളൊന്നും തരികളൊന്നുമില്ല, ഹെർബലാണ്. അല്ല നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലോ കെമിക്കലോ എക്സ്ഫോളിയേഷൻ ഏത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.